ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്ത് തന്നെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ നടന്ന ഈ സംഭവം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തായിരുന്നു 37കാരനായ പ്രഭാകരൻ എന്ന യുവാവിന്റെ താമസം. ഇദ്ദേഹത്തിന്റെ തൊഴിൽ എന്ന് പറയുന്നത് മോഷണമാണ്. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരണപ്പെട്ട യുവാവിന് ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം കാരണം അവർ ഇയാളെ വിട്ട് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ഒറ്റയ്ക്ക് താമസിക്കുകയും തനിക്ക് തോന്നുമ്പോഴൊക്കെ മോഷ്ടിക്കുകയും ആ മോഷ്ടിച്ച മുതലുകൾ വിറ്റ് അതിലൂടെ ധനസമ്പാദനം നടത്തുകയുമായിരുന്നു യുവാവ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ഹോസ്റ്റലിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി കയറുന്നു. പക്ഷെ അവിടെ 3 വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നു. ഉടനെ തന്നെ അതും മോഷ്ടിച്ച് അയാൾ സ്ഥലം വിടുന്നു. ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത് 3 പെൺകുട്ടികളാണ്. അവർ 3 പേരും തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കമ്പനിയിൽ ജോലിക്കാരാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് 3 പേരുടെയും മൊബൈൽ ഫോൺ കാണുന്നില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. മൊബൈൽ ഫോണിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഒരുപാട് അവർ അന്വേഷിച്ച് നോക്കിയെങ്കിലും ലഭിച്ചില്ല. പിന്നീട് ആ ഫോണിലേക്ക് കോൾ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു കാണിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തെങ്കിലും അന്വേഷിക്കാം എന്നും പറഞ്ഞ് പോലീസ് അവരെ തിരിച്ചയച്ചു. പക്ഷെ ഈ പെൺകുട്ടികൾ ഫോൺ മറക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ മറ്റൊരു മൊബൈലിൽ നിന്നും ആ 3 ഫോണിലേക്കും തുടരെ കോൾ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ അതിലൊരു മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടരെ അതിലേക്ക് തന്നെ വിളിച്ചുകൊണ്ടേ ഇരുന്നു. അവസാനം ഈ മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രഭാകരൻ എന്ന കള്ളൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഇങ്ങേ തലയിൽ നിന്നും ദേഷ്യപ്പെടാത്ത രീതിയിൽ കോൾ ചെയ്ത പെൺകുട്ടി അയാളോട് പറഞ്ഞത് ഇങ്ങനെ: നിങ്ങളുടെ കൈവശമുള്ള ഫോണ് എൻ്റെതാണ്, ദയവ് ചെയ്ത് അത് ഞങ്ങൾക്ക് തിരിച്ചു നൽകണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഭാര്യയുമായി വേർപെട്ട് കഴിയുന്നത് കൊണ്ട് തന്നെ പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ മധുരമായ സ്വരം ആ പെൺകുട്ടിയെ അയാളിലേക്ക് ആകർഷിച്ചു. ഞാൻ ഫോൺ നൽകാമെന്നും പകരം എനിക്ക് ആവശ്യമുള്ളത് നീ തരണമെന്നും ഈ കള്ളൻ ആ പെൺകുട്ടിയോട് പറയുന്നു. ഞാൻ എന്ത് വേണമെങ്കിലും നൽകാമെന്നും ചേട്ടന്റെ ശബ്ദം എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നും ഈ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു. ഒരു കള്ളനാണ് ഞങ്ങളുടെ ഫോൺ മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിയ ഈ പെൺകുട്ടി ഒരുപക്ഷെ ഞാൻ മധുരസ്വരത്തോടെ അയാളോട് സംസാരിച്ചില്ല എങ്കിൽ ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്താൽ തീർച്ചയായിട്ടും ആ കള്ളൻ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും അത് മറ്റാർക്കെങ്കിലും വിൽക്കുകയും ചെയ്യും എന്ന കാര്യം ഈ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം ഈ പെൺകുട്ടി ഈ കള്ളനോട് ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നു. അവസാനം എനിക്ക് നിന്റെ ശരീരമാണ് വേണ്ടത് എന്ന് ഈ കള്ളൻ ഈ പെൺകുട്ടിയോട് പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിലും നൽകാമെന്നും നിങ്ങൾ എൻ്റെ ഹോസ്റ്റലിലേക്ക് തന്നെ വന്നോളൂ എന്നും അവിടെ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് നിങ്ങളെ വിളിക്കാമെന്നും ആ പെൺകുട്ടി അയാളെ വിശ്വസിപ്പിക്കുന്നു. പിറ്റേ ദിവസം രാത്രി 8 മണിക്ക് ഞാൻ നിന്റെ ഹോസ്റ്റലിൽ എത്താമെന്ന രീതിയിൽ ഈ കള്ളൻ പറയുകയും അവർ 2 പേരും അത് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിരുന്ന പെൺകുട്ടി ഉടനെ തന്നെ ആ വിവരം തൻ്റെ സുഹൃത്തുക്കളോടും അതേപോലെ തന്നെ ആ നാട്ടിലെ പരിചയമുള്ള പുരുഷന്മാരെയും ഒക്കെയും ഈ വിവരം അറിയിക്കുകയും ഈ സമയത്ത് അവൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നുവെന്നും അവരെ അറിയിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി 8 മണിക്ക് ആ കള്ളൻ ഇവളുടെ ഫോണും എടുത്ത് ആ ഹോസ്റ്റലിലേക്ക് വരുന്നു. കള്ളൻ മൊബൈൽ ഫോണിനോടൊപ്പം ഈ പെൺകുട്ടിക്ക് ചോക്ലേറ്റുമൊക്കെ കൊണ്ടായിരുന്നു വന്നിരുന്നത്. എന്തു തന്നെയായാലും വളരെ സ്നേഹത്തോടെ ആ കള്ളനിൽ നിന്നും അതൊക്കെയും ആ പെൺകുട്ടി വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ബാത്റൂമിൽ വെച്ച് സെക്സിൽ ഏർപ്പെടാമെന്ന രീതിയിൽ ആ പെൺകുട്ടി ആ കള്ളനെയും കൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്നു. ആ കള്ളനെ ബാത്റൂമിനകത്തേക്ക് കയറ്റുകയും ഉടനെ തന്നെ ആ ബാത്റൂമിന്റെ കതക് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യുന്നു. സ്റ്റീൽ കതക് ആയതുകൊണ്ട് തന്നെ ആ പയ്യന് ആ കതക് ഉടയ്ക്കാൻ സാധിച്ചില്ല. പക്ഷേ നിമിഷങ്ങൾക്കകം തന്നെ ഈ പെൺകുട്ടി പുറത്ത് സജ്ജരായി നിർത്തിയിരുന്ന ആളുകളൊക്കെയും എത്തുകയും അയാളെ ഉടനെ തന്നെ പിടിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഇവർക്ക് മതിവരോളം അടിക്കുകയും തൊഴിക്കുകയും ചെയ്തതിനു ശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസെത്തി കള്ളനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ ആളെ കണ്ടപ്പോഴാണ് പോലീസ് തന്നെ ഞെട്ടിപ്പോയത്. ഇതേ സ്റ്റേഷനിൽ ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട്. പക്ഷെ ഇത്രയും ദിവസം പോലീസിനെയും കണ്ണുവെട്ടിച്ച് നടന്ന കൊടും ഭീകരനായിരുന്നു അവൻ. ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഇത്രയും സിമ്പിളായി വീണത് എന്നുള്ള കാര്യം പിന്നീടാണ് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്.